ഹലോ ഫ്രണ്ട്സ്, ഗൈഡൻസ് ഓഫ് ജോബ് ആൻഡ് എഡ്യൂക്കേഷൻ എന്ന ഈ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്തെന്നാൽ HLL ലൈഫ് കെയറിൽ ഇപ്പോൾ ജോലി നേടാൻ അവസരം വന്നിട്ടുണ്ട്. ഓക്കെ, ജോബിൻ്റെ ഡീറ്റെയിലേക്ക് പോകുന്നതിന് മുമ്പായി ഈ ചാനൽ നിങ്ങൾ ആദ്യമായി കാണുന്നെങ്കിൽ ഇതുപോലുള്ള ജോബ് റിലേറ്റഡും എഡ്യൂക്കേഷൻ റിലേറ്റഡുമായിട്ടുള്ള വീഡിയോസ് ലഭിക്കാനായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. എന്നാൽ നമുക്ക് ജോബിൻ്റെ ഡീറ്റെയിലേക്ക് പോകാം. HLL ലൈഫ് കെയറിൽ കേരളത്തിൽ ജോലി അവസരം വിവിധ ജില്ലകളിലായിട്ടാണ് ഒഴിവുകൾ വന്നിട്ടുള്ളത്. സ്റ്റാഫ് നഴ്സ്, ജൂനിയർ ഓഫീസർ, സീനിയർ ലാബ് ടെക്നീഷ്യൻ തുടങ്ങിയ വിവിധ തസ്തികയിലേക്കാണ് ഇപ്പോൾ നിയമനം നടത്തുന്നത്. താല്പര്യമുള്ളവർ ജൂലൈ 2 മുമ്പായിട്ട് അപേക്ഷ നൽകണം. ഇതിന്റെ തസ്തികയും അതേപോലെ തന്നെ ഒഴിവ് ഡീറ്റെയിൽസും നോക്കാം. HLL ലൈഫ് കെയറിൽ വിവിധ തസ്തികയിലേക്കായി നിയമനം. കോട്ടയം, കൊച്ചി, മലപ്പുറം, വയനാട് ജില്ലയിലായിട്ട് നിയമനം നടക്കും. റേഡിയോഗ്രാഫർ, ജൂനിയർ ഓഫീസർ, സ്റ്റാഫ് നഴ്സ്, കസ്റ്റമർ കെയർ എക്സിക്യൂട്ടീവ്, മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്, ലാബ് ടെക്നീഷ്യൻ ട്രെയിനി, റേഡിയോഗ്രാഫർ ട്രെയിനി, സീനിയർ ലാബ് ടെക്നീഷ്യൻ, ജൂനിയർ ലാബ് ടെക്നീഷ്യൻ, സീനിയർ റേഡിയോഗ്രാഫർ എന്നീ തസ്തികയിലേക്കാണ് ഇപ്പോൾ നിയമനം നടത്തുന്നത്. ഈ ഒരു ജോബിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള ഏജ് ലിമിറ്റ് എന്ന് 37 വയസ്സ് വരെ പ്രായമുള്ളവർക്ക് ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ്. ഈ ഒരു ജോബിലേക്ക് എങ്ങനെ തെരഞ്ഞെടുപ്പ് നടത്തുന്നതെന്ന് നോക്കാം. അപേക്ഷകരുടെ എണ്ണത്തിനനുസരിച്ച് എഴുത്തു പരീക്ഷ, അതേപോലെ തന്നെ ഇന്റർവ്യൂ എന്നിവ നടത്താനുള്ള അധികാരം HLLനുണ്ട്. അതേപോലെ തന്നെ വിശദമായ യോഗ്യതാ വിവരങ്ങൾ HLLന്റെ വെബ്സൈറ്റിൽ നിന്ന് ലഭിക്കുന്നതാണ്. എല്ലാ തസ്തികയിലേക്കും അപേക്ഷിക്കാവുന്നതിന് വേണ്ടി അപേക്ഷാ ഫീസ് ഉണ്ടായിരിക്കുന്നതല്ല. ഈ ഒരു ജോബിലേക്ക് എങ്ങനെ അപേക്ഷ സമർപ്പിക്കാമെന്ന് നോക്കാം. താല്പര്യമുള്ളവർ അപേക്ഷാ ഫോം, അതേപോലെ തന്നെ CV, വിദ്യാഭ്യാസ യോഗ്യത സർട്ടിഫിക്കറ്റ്, എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് എന്നിവ ഉൾപ്പെടെയുള്ളത് recruit@lifecarehll.com എന്ന ID-യിലേക്ക് മെയിൽ ചെയ്യുക. അവസാന തീയതി എന്നത് ജൂലൈ 2 ആണ്. ഓക്കെ, എന്തും പണിയില്ല, ജസ്റ്റ് ഒന്ന് മെയിൽ സെൻഡ് ചെയ്താൽ മാത്രം മതി. ഈ ഒരു ജോബിലേക്ക് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് മെയിൽ അയച്ച് നോക്കാം. ഓക്കെ, താങ്ക്